നമസ്കാരം എല്ലാവർക്കും. കണ്ടല്ലോ, മട്ടന്റെ എല്ലാണ്. അപ്പൊ എല്ല് വെച്ച് എന്താ പറ്റുന്ന എല്ലാവരും പറയുന്നതാണ് മട്ടന്റെ എല്ല് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ മട്ടന്റെ എല്ല് കൊണ്ട് എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കുക? അപ്പൊ എങ്ങനെയാണ് ഒരു മട്ടന്റെ എല്ലിന്റെ കറി ഉണ്ടാക്കുക? പൊതുവെ മട്ടന് സാധാ നമ്മൾ മീറ്റ് ഇടുമ്പോഴത്തേക്കും വിത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. മട്ടന്റെ എല്ല് മാത്രം കൊണ്ട് നിങ്ങൾ കറി വയ്ക്കുകയാണെന്നാൽ അത് കിടുകിടലും ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് മട്ടന്റെ എല്ല് ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ എല്ലാണ്. അപ്പൊ 1/2 കിലോ എല്ലെടുത്ത് നമ്മുടെ അതിന് ശകലം ഉപ്പും ശകലം മഞ്ഞപ്പൊടിയും 1 ലിറ്റർ വെള്ളവും കൊണ്ടിട്ട് സ്ലോ ഫയറിൽ നമ്മൾ ഒരു 3/4 മണിക്കൂറാണ് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നു. 3/4 മണിക്കൂർ വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബാക്കി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നു. തക്കാളി, ഓണിയൻ, പെരിഞ്ജീരകം, പിന്നെ പച്ചമുളക്, ഗാർലിക്ക്, ഇഞ്ചി, പിന്നെ തേങ്ങ, കാഷ്നട്ട് എല്ലാം കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെറിയൊരു കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ സോട്ട് ചെയ്യുന്നു. അതിനൊരു 10 മിനിറ്റോളം അതിനെടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഒരു പേസ്റ്റ് പോലെ പരുവാക്കിയതിനു ശേഷം നമ്മൾ ഈ കുക്കറിൽ നമ്മൾ എന്തായാലും വേവിച്ച് വെച്ചിരിക്കണം. അതിനകത്ത് ഈ പേസ്റ്റ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ഇടുന്നു. പിന്നെ നമ്മുടെ സാധാ നമ്മൾ കടുക് പൊട്ടിക്കുന്നവർക്ക് പൊട്ടിക്കാം, കടുക് ആവശ്യമില്ലാത്തവർക്ക് ആവശ്യം. കടുക് പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ താളിപ്പിടുന്നു, മിക്സ് ചെയ്യുന്നു, പിന്നെ കലക്കുന്നു. ഭയങ്കര തിക്കായിട്ടുള്ള ഒരു സെമി തിക്കായിട്ട് സ്റ്റൂവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കഴിക്കുന്നു. അതിനോട് ഏറ്റവും ബെസ്റ്റായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അപ്പത്തിനോടെയും ചപ്പാത്തിയിലൂടെയും പൊറോട്ടയിലൂടെയും ദോശയോടെയും എല്ലാം കിടുകിടലമാണ്. എന്തായാലും നിങ്ങൾ